ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്, ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. നമുക്കറിയാം, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെയാണ് ഈ രാജ്യത്തെ ജനവിഭാഗത്തിന്റെ പിൻബലത്തോടുകൂടി അധികാരത്തിലെത്തുന്ന ഭരണകൂടങ്ങൾ ഇന്ന് പകൽക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പൊതുനിരത്തിലേക്കും പൊതു ഇടങ്ങളിലേക്കും നമ്മുടെ ഭരണകൂടങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് രാജ്യത്തിന്റെ സാമ്പത്തികമായ സുസ്ഥിതിയെല്ലാം തകർത്തതിന് ശേഷം, നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവ് ഏതാണ്ട് കട്ടുമുടിച്ചതിന് ശേഷം, സാധാരണക്കാരൻ തങ്ങിക്കൊണ്ടിരിക്കുന്ന 5 സെന്റിന്റെയും 2 സെന്റിന്റെയും പുരയിടത്തിന്റെ മേൽ കൈവച്ചുകൊണ്ടാണ് അധികാര വർഗത്തിലിരിക്കുന്ന ആളുകൾ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചു. ടോൾ പ്ലാസയിലേക്കുള്ള, ടോൾ ബൂത്തിലേക്കുള്ള, അധികാര കേന്ദ്രത്തിലേക്കുള്ള സമരം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ നമ്മിൽ നിന്ന് കവർന്നെടുത്ത അധികാര പൂങ്കവന്മാർക്കെതിരെ ശക്തമായ പോരാട്ടമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ഉറങ്ങാറില്ല, അദ്ദേഹം ഉറങ്ങുന്നതാണ് ഇതിനേക്കാൾ നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാതെയാണ് രാജ്യത്തിന്റെ സേവനം ചെല്ലി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാം പറയാറുള്ളത്. പക്ഷേ ഒരു കാര്യം നാം അറിയണം, 10-50,000 വരുന്ന ജനത, അല്ല 1 കോടിയോളം വരുന്ന ജനത ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി എന്ന് നമ്മുടെ ഭരണകൂടങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉറങ്ങുന്ന ജനതയ്ക്ക് വേണ്ടി ഉറക്കമൊടിച്ച കാവലിരിക്കുന്ന ഭരണാധികാരികളുടെ ചരിത്രമുള്ള നമ്മുടെ രാജ്യത്ത് ഒരു ജനവിഭാഗത്തിന്റെ മുഴുവൻ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതോ ഒരു മുഖ്യമന്ത്രി തന്റെ അധികാര കസേരയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ സംഭവമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുഖ്യമന്ത്രിയെ കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഉറങ്ങാതിരിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ സീറ്റ് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുകൊണ്ടാണ്, ഒപ്പമുള്ളവരെ കുറിച്ച് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങാത്തത്. അല്പം മഴക്കം വന്നപ്പോഴല്ലേ ആഭ്യന്തരം പോയത്. ഒരു 5ാം മന്ത്രി ഇവിടെ ചർച്ച വന്നപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലെ യോഗങ്ങളുടെ പ്രവാഹം? അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിലുള്ള യാത്ര, ഭരണകൂടത്തിന്റെ നെട്ടോട്ടം. ഞാനൊന്ന് ചോദിക്കട്ടെ, അതുകൊണ്ട് കേരളത്തിൽ എന്താ സംഭവിച്ചത്? കേരളം പൊതിഞ്ഞു വെച്ച ഒരുപാട് ദുർവികാരങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്നല്ലാതെ കേരള സമൂഹത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപമാനകരമായ ചർച്ചകൾക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലം വേദിയായി എന്നല്ലാതെ എന്തേ കേരളീയ സമൂഹത്തിന് ഈ വിവാദം കൊണ്ട് കിട്ടിയത്? ഞാൻ ചോദിക്കുന്നതല്ല, ഇതിലെല്ലാം ഇത്രയേറെ താല്പര്യം കാണിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു ജനവിഭാഗത്തിന്റെ ജീവിക്കാനുള്ള പോരാട്ടത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് ചോദിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മുതലേ ചവിട്ട് നിൽക്കാനുള്ള മണ്ണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്, അന്തിയുറങ്ങുന്ന വീടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. അതിനോട് പ്രതികരിക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കാതെ പോകുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് മറുഭാഗത്ത് ദാനധർമ്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭൂമി. ആർക്കാണ് കൊടുക്കുന്നത്? TK നായർക്ക് ഭൂമി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തോ ഔദാര്യം ചെയ്യുന്ന ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ഭൂമി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഗോൾഫ് കളിക്കാൻ ഭൂമി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആർക്കാണ് പിന്നീട് ഭൂമി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഗോൾഫ് ക്ലബ് ഏറ്റെടുത്തതിന് ശേഷം അത് തിരിച്ചു കൊടുക്കാൻ പോകുന്നു. പിന്നെ ആർക്കാണ് ഭൂമി കൊടുക്കുന്നത്? അത് ഞങ്ങൾ അങ്ങ് മലബാറിനകത്ത് 500ഓളം ഏക്കർ സ്ഥലം യൂണിവേഴ്സിറ്റിക്ക് കീഴിലുണ്ടായപ്പോ ഞങ്ങളെ മലബാറിലുള്ള മന്ത്രിമാർക്ക് തോന്നി, ഞങ്ങളുടെയൊക്കെ ഒരു ആചാരം അനുസരിച്ച് ഒരു 2.5% അങ്ങ് പുറത്തേക്ക് കൊടുക്കണം. അത് തീരുമാനിച്ചിട്ട് ഞങ്ങളെ മലബാറിലെ മന്ത്രിമാര് സക്കാത്ത് കൊടുക്കാൻ തീരുമാനിച്ചോ. ആർക്കാണ് കൊടുത്തതെന്നറിയേണ്ടേ? വ്യവസായ മന്ത്രിയുടെ മരുമകന്റെ ട്രസ്റ്റിന്. അത് കഴിഞ്ഞാൽ ഏതാണ് വകുപ്പ് എന്ന് പാർട്ടി ഇപ്പോഴും തീരുമാനിക്കാതെ എത്രാമത്തെ മന്ത്രി ഉണ്ടായാലും അത്രാമത്തെ മന്ത്രിക്ക് വകുപ്പിൽ നിന്ന് ഓരിവെച്ചു കൊടുക്കുന്ന മുനീറിന്റെ അളിയന്റെ വകുപ്പിലേക്ക് വേറെ ഒരു മന്ത്രിദാനം. ഈ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഭൂമിദാനം നടക്കുന്നത് ആർക്കാ? ഈ രാജ്യത്തെ വെള്ളാനകൾക്കാ ഭൂമി കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത നമ്മുടെ ശുദ്ധവായുവും ശുദ്ധജലവും ചവിട്ടു നിൽക്കുന്ന മണ്ണും കവർന്നെടുക്കാനുള്ള അധികാര പൂങ്കവന്മാരുടെയും അവരോട് കൈകോർത്തുകൊണ്ട് നാം കെട്ടുകെട്ടിച്ച അധിനിവേശ ശക്തികളുടെയും കടന്നുകയറ്റത്തെ ചെറുത്തു നിൽക്കുവാനുള്ള അവസാനഘട്ട പോരാട്ടത്തിലാണ് നാം എന്ന് തിരിച്ചറിയുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റായി മാറിക്കഴിഞ്ഞു എന്ന വസ്തുത നമ്മൾ ഇനി വിസ്മരിച്ചിട്ട് കാര്യമില്ല. ഇടത്ത് വലത്തോ, ഇടത്തു നിന്ന് വലത്തോട്ടും വലത്തു നിന്നും ഇടത്തോട്ടുമുള്ള ദൂരം ഏതാണ്ട് കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അല്ല ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു.
പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇടതും വലതും പരിഗണിക്കാതെ നേരായ പക്ഷത്തിൽ നിന്നുകൊണ്ട്, ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് അതിശക്തമായ പോരാട്ടം നടത്തേണ്ടുന്ന വളരെ സുപ്രധാനമായ കാലയളവിലാണ് നമ്മളുള്ളത്. ഞാൻ ഇങ്ങോട്ട് പോരുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിലെ എത്ര 10 ലക്ഷമോ എനിക്കറിഞ്ഞുകൂടാ, 10ഓ 15ഓ ലക്ഷത്തോളം അംഗങ്ങളുള്ള യുവാക്കളുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ഫ്ലക്സ് ബോർഡ് കണ്ടോ? ആ ബോർഡിൽ എഴുതിയിരിക്കുന്നു, പിന്നെ പറയാൻ കഴിയാത്ത നാവുള്ള, അതുപോലെ തന്നെ ഉയർത്താൻ കഴിയാത്ത കൈകളും പറയാൻ കഴിയാത്ത നാവും, പറയാൻ കഴിയാത്ത നാവും ഉയർത്താൻ കഴിയാത്ത കൈകളും അടിമത്വത്തിന്റേതാണ് എന്നാണ് ആ വാചകം. അത് ചുഗ്വേരയുടെ വാക്കുകളാണ്. അതിന്റെ താഴെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പേര് എഴുതിയിരിക്കുന്നു. ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ഒരുപക്ഷെ ചുഗ്വേരയോടുള്ള ചരിത്രത്തിന്റെ നീതിയാകാം അടിമത്വത്തിന്റേതാണ് എന്നത് വിട്ടുപോയിരിക്കുന്നു, അതങ്ങ് മാഞ്ഞുപോയിരിക്കുന്നു. പിന്നെന്താണ്? പറയാൻ കഴിയാത്ത നാവും അതുപോലെ തന്നെ ഉയർത്താൻ കഴിയാത്ത കൈകളും എന്നിട്ട് ഡിവൈഎഫ്ഐ. അതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ പരിണിതി എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുത്തൻ യാത്ര നടത്തി. എവിടെ നിന്ന്? കാസർഗോഡ് നിന്ന്. ഏതാണ്ട് എല്ലാവരും യാത്ര നടത്തുന്നത് അവിടെ നിന്നാണ്. എന്താണ് അവന്റെ പേര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ മറ്റൊരു യുവജന പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പൻ. അദ്ദേഹം കാസർഗോഡ് കാലുകുത്തിയതോടുകൂടെ പാവം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കഥ കഴിഞ്ഞു. അവിടെ കമ്പനിക്ക് അനുകൂലമായി ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടായി. എൻഡോസൾഫാനെ കുറിച്ച് മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. കോഴിക്കോടത്തെ കണ്ണൂരെത്തിയപ്പോൾ പെട്ടിപ്പാല കണ്ടോ? കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് കോഴിക്കോടത്തെ അദ്ദേഹം ഞെളിയമ്പറമ്പ് കണ്ടോ? കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ലാലൂര് കണ്ടോ? കണ്ടില്ല. ഇതൊന്നും കാണാത്ത ഒരു യുവജന നേതാവ് എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇപ്പത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുണ്ടാകുന്നത് ശീതീകരിച്ച റൂമുകളിലെ ടാലന്റ് ടെസ്റ്റുകളിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർക്ക് ഇതറിയില്ല, അതുകൊണ്ട് അവർക്ക് ഇത് മനസ്സിലാകില്ല, അതുകൊണ്ട് ഈ ഭാഷ അവർക്ക് തിരിയില്ല. അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഷയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം നടത്തുന്ന മുന്നേറ്റത്തിലൂടെ മാത്രമേ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കൊക്കക്കോള എന്ന കുത്തക കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയുടെ ഏറ്റവും സുപ്രധാനമായ പങ്ക് നിർവഹിച്ചുവെങ്കിൽ ഞാൻ പറയുന്നു, ടോൾ പ്ലാസക്കെതിരെയുള്ള സമരത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ നായികക്കല്ലായിട്ട് പാലിയക്കര മാറാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ജനാധിപത്യ ന്യൂക്ലിയർ പവറുള്ള ലോകത്ത്, ന്യൂക്ലിയറിന് അടയിരിക്കുന്ന സ്വേച്ഛാധിപതികളുള്ള രാജ്യത്ത്, ആ സ്വേച്ഛാധിപതികളെ അധിനിവേശ ശക്തികൾ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ന്യൂക്ലിയർ പവറിനെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് വൈവിധ്യമാർന്ന ജനകീയ സമരങ്ങൾ ലോകത്തെ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ അവിടെ ഉയർന്നു നിൽക്കുന്ന കമാനങ്ങളുള്ള ആ ടോൾ പ്ലാസ ഒന്ന് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് ആഹ്വാനം ചെയ്താൽ 5 മിനിറ്റ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് അത് കഴിയാത്ത കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സമരത്തിന്റെ പരിധിയും അതിരുകളും നിശ്ചയിച്ച, മാന്യതയുടെ അതിർവരമ്പുകൾ പാലിച്ച, കേരളത്തിന്റെ പ്രബുദ്ധ സമൂഹത്തിൽ വിശ്വാസമർപ്പിച്ച, അല്പമെങ്കിലും വിവേകമുള്ള ഏതെങ്കിലും ഒരുത്തന 10-25 ഈ രാജ്യത്ത് തീറ്റിപ്പോറ്റുന്ന മന്ത്രിപ്പതിപ്പൂങ്കവന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ സമരം സമാധാനപരമായി പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത്, സമാധാനപരമായ അതിശക്തമായ പ്രതിഷേധത്തിന്റെ, അതിശക്തമായ പ്രതികരണത്തിന്റെ അതിശക്തമായ പ്രകടനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടത്.